ഹലോ മിസ്റ്റർ ഓംകാര ഈശ്വര ബ്രോയ്. എനിക്ക് പാല് കുടിക്കുന്ന ശീലമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഏട്ടന് പാൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുടിച്ചിട്ട് നമ്മുടെ ഭാവി തീരുമാനങ്ങളും കാര്യങ്ങളും എടുക്കാം. നീ എന്താ കുടിച്ചിട്ടുണ്ടോ? കുറച്ച് ഒരു ധൈര്യക്കുറവിന് വേണ്ടി, ഒന്ന് ധൈര്യം എത്താൻ വേണ്ടി കുടിച്ചതാ. എന്തായാലും നിങ്ങൾക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ കുടിച്ചിട്ടില്ലെങ്കിലേ സെൻറ്റിമെൻ്റൽ വീണു പോവും. കണ്ടപ്പോഴേ എനിക്ക് തോന്നി നീ കുടിയും വലിയും എല്ലാം ഉണ്ടെന്ന്. കുറച്ചൊക്കെ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ കുടിയും വലിയൊക്കെ ചേർന്നതാണ്. പിന്നെ ഏട്ടനത് ചേർന്നില്ലെങ്കിൽ അത് ചേട്ടന് ഇതിനെക്കുറിച്ചുള്ള വറീഡ്നെസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊരു ബിസിനസ് വുമനാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ എൻ്റെ ലൈഫ് സ്റ്റൈലുള്ളത്. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോ. എനിക്ക് നിങ്ങൾ കയറുന്ന കണക്ക് എന്താ പറയുക, അന്നനട നടക്കാനും എന്താ ഒരു കുടുംബിനെ പോലെ പെരുമാറാനൊന്നും എനിക്കറിയത്തില്ല. അറിഞ്ഞാലും ഞാനത് ചെയ്യത്തില്ല. നിങ്ങൾ 1 year ഗ്യാരണ്ടിയിലല്ലേ മാരേജ് ആണ് ചെയ്തേക്കുന്നത്. അതിന് ഞാനാണോടെ 1 year എഗ്രിമെന്റ് പോട്ടത്? തമിഴൊക്കെ സംസാരിക്കുന്നു. തമിഴാണോ? തമിഴ് നിന്റെ തന്ത. എടാ നീ എൻ്റെ തന്തയ്ക്കൊന്ന് വിളിക്കാതെ കേട്ടോ. പിന്നെ എന്താ പാല് കുടിക്കാല്ലേ? പാല് അങ്ങനെ പറയല്ലേ ഏട്ടാ, പാൽ കുടിക്കണം. എനിക്ക് നിന്റെ കണ്ണ് നേരെ കണ്ടൂടാ. അതെനിക്കും അറിയാം മാഷെ. ഇങ്ങനെ നിങ്ങൾ പാൽ കുടിച്ചില്ല ശരിയാവത്തില്ലെന്ന്. അങ്ങനെ സ്റ്റാമിനൊക്കെ എടുത്തോളൂ. നിങ്ങൾ തരുന്ന കുഞ്ഞിന് സ്റ്റാമിന വരണമെങ്കിൽ നിങ്ങൾ സ്റ്റാമിനയിൽ വരണ്ടേടാ. ഇവളെ കൊണ്ടൊരു പൊല്ലാത്തായിരുന്നു. ഈ ഗതികെട്ട സമയത്താണ്. ഗതികേടല്ല, നിങ്ങളുടെ അഞ്ചു അവൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത അല്ലേ? അല്ലാതെ ചുമ്മാ അതൊന്നും അല്ലല്ലോ, ക്യാഷിനൊന്നും അല്ലല്ലോ. നിങ്ങളുടെ അഞ്ചുവിന് വേണ്ടിയല്ലേ, നിങ്ങളുടെ ചാരുവിന് വേണ്ടി. എടി കൂടുതൽ സംസാരിക്കില്ല, നാവ് നേരെ വളഞ്ഞു പോന്നു. നാവല്ലേ വളഞ്ഞു? ഞാൻ പറയുന്നില്ലല്ലോ. ഈശ്വരൻ എന്തൊക്കെ ഇവിടെ നടക്കും. ഈശ്വരനെ വിളിക്കണ്ടേ, രുദ്രനെ വിളിക്കണ്ടേ. അപ്പം നിങ്ങൾ കുടിക്കുന്നുണ്ടോ അതോ ഞാൻ കുടിപ്പിക്കണോ? നീ കുടിപ്പിക്കൊന്നും വേണ്ട, എനിക്ക് പാലും വേണ്ട പഴവും വേണ്ട. നീ റൂമോട്ട് പോയേ. അതെങ്ങനെ ശരിയാവും? ഈ റൂം വിട്ട് ഞാൻ അല്ലെ പിന്നെ ഞാൻ പോയേക്കാം. അതും എങ്ങനെ ശരിയാവും? നിങ്ങൾ ഈ റൂം വിട്ട് പോയ പിന്നെ എങ്ങനെ ശരിയാവും? ഫസ്റ്റ് അഗ്രിമെന്റ് പേപ്പർ എടുത്തിട്ട് വരണോ? 1 year ഗ്യാരണ്ടി. അതും പറഞ്ഞു കൊല്ലുക. എന്താ ഞാനിപ്പോ ചെയ്യണ്ട? എന്താ ഇപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. എന്ന് വെച്ചാ പച്ച മലയാളത്തില് കിടപ്പറ പങ്കിടണോന്ന്. എന്തുവാടി ഇതാണോ നിന്റെ കൾച്ചർ? എൻ്റെ കൾച്ചറിനെ കുറിച്ചൊന്നും പറയണ്ട. നിങ്ങളുടെ ഭയങ്കര കൾച്ചറല്ലേ. നിങ്ങളുടെ ബാല്യകാല സുഖത്ത് ഏതാണെന്നും പ്രണയിനി ഏതാണെന്നൊന്നും അറിയാത്ത ഒരു മണ്ടൻ. ബാല്യകാല സുഹൃത്തും പ്രണയിനി ആരാന്നും എനിക്കറിയാം. അതെന്റെ അഞ്ചോ? ആവടോ, അതിന്റെ 7 വരത്തില്ല. എന്താ? അല്ല, അത് നിങ്ങൾക്ക് എന്താ അത്ര ഷുവർ എന്നാ? എനിക്ക് ഷുവർ ഉണ്ട്. അതുകൊണ്ട് എന്റെ എത്ര ഉറപ്പാണ് അവളാണ് എന്റെ ചാരു. ചുമ്മാടാ, അവള് നിന്റെ ചാരുവല്ല, ഒരു നിന്നാ പിന്നെ നമുക്ക് തുടങ്ങാടാ. നാണില്ലേ? എന്തിനാ നാണയിക്കണം?
നീ എൻ്റെ കെട്ടുവനല്ലേ? 1 year എഗ്രിമെന്റ് സൈൻ ചെയ്തത് മുതൽ നീ എൻ്റെ കെട്ടുവന. അത് കഴിഞ്ഞിട്ടുള്ളതല്ല ഞാൻ തീരുമാനിക്കും. എന്തുവാ? അല്ല, ഞാൻ തീരുമാനിക്കും. അപ്പൊ പിന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന്. ആ, സ്റ്റാർട്ട് ചെയ്യല്ലേ? പാടാ ഇങ്ങോട്ട്. അടാ അടങ്ങിയിരുന്നോളാം. ഇന്ന് നീ എൻ്റെ ഹെയറയാ. അപ്പൊ ഇത് തന്നെ എന്റെ പണി? ചിമിണ്ടാരടാ, ഇതൊക്കെ വിശദമായിട്ട് നാളെ സംസാരിക്കാം. ഇപ്പോൾ സംസാരമൊന്നുമല്ല, ചെയ്തിത്തിരി കൂടുതലാ. പ്ലീസ്. എന്ത് പ്ലീസ്? നിങ്ങളല്ലേ 1 year എഗ്രിമെന്റ് സൈൻ ചെയ്ത പേപ്പറിൽ? പിന്നെന്ത്? അത് എന്റെ അഞ്ജുവിന് വേണ്ടിയാ. പ്ലീസ് രുദ്ര, leave me alone. എവിടെ ലീവ് ചെയ്യണം? ചുമ്മാ അരുക്കണം നീ. എൻ്റെ സ്വഭാവം ചീത്തയാ, വളരെ വളരെ മോശം. നിങ്ങൾ ചുമ്മാ എൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ച് ഞാൻ നിങ്ങളെ ടോർച്ചർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുത്. ഓംകാര ഈശ്വര ബ്രോയ്. നിനക്ക് എന്റെ ചാരു സാറാന്നറിയോ? ഓ, അറിയാലോ. അത് നിന്റെ അഞ്ജു അല്ലേ? അഞ്ജു? അവ പിന്നെ പിന്നെ ആരാ? വെള്ളത്തിന്റെ പുറത്ത് നീ ആവശ്യമില്ലാതൊന്നും പറയല്ലേ പ്ലീസ് രുദ്ര. നിനക്കറിയാം ചാരു ആരാണ്? അറിയാം. ഞാനിപ്പോ പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കുമോ? വിശ്വസിക്കാം, പറഞ്ഞേ. അത് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. പക്ഷേ സമയമാകുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കും നിങ്ങളുടെ ചാരു സാധന. പ്ലീസ്, അഞ്ജു അല്ലേ? എനിക്ക് ഉറപ്പാ അഞ്ജു തന്നെ. ഉറപ്പാണെങ്കിൽ ഉറപ്പ്. പക്ഷേ നിങ്ങൾ ചതിക്കപ്പെടുക, നല്ല രീതിയിൽ ചതിക്കപ്പെടുക. കാരണം നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന നിങ്ങളെ അഞ്ജു ചാരു അല്ല. വെള്ളം അടിച്ചിട്ടൊന്നും പറയല്ല കേട്ടോ. അവള് ചാരു ആവാൻ ചാൻസ് ഇല്ല. ചാരുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാൻ ഏതെങ്കിലും ഒരു മാറ്റർ അവളോട് ചോദിച്ചു നോക്ക്. അവൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ചാരുവാന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ചാരു അല്ല. ഞാൻ ഉറപ്പ് തരാം എൻ്റെ മാഷേ, നിങ്ങളുടെ ചാരു അഞ്ജു അല്ല ഒരിക്കലും. ചിലപ്പോൾ ഞാനാവാം, ചിലപ്പോൾ വേറെ ആരെങ്കിലും ഒക്കെ ആവാം. അതിന് ചാൻസേ ഇല്ല. എന്റെ ചാരു ഇങ്ങനൊന്നും അല്ല. അവളെ കൊണ്ടാവില്ല ഇങ്ങനൊന്നും വൃത്തിയായിട്ടൊരു രീതിയിൽ ജീവിക്കാൻ. എന്താ വൃത്തിയുടെ? നിനക്ക് എന്താ അറിയാം ചാരുസിനെ കുറിച്ച്? എനിക്കറിയാം. എന്താ അറിയാം? അവൾക്കുണ്ടായ ഇൻസിഡന്റ് വല്ലതും അറിയോ? ചിലപ്പോൾ ഏതെങ്കിലും ഇൻസിഡന്റ് കാരണം ഇങ്ങനൊക്കെ ആയതാണെങ്കിലോ? ഒരിക്കലില്ല, ഒരിക്കലും ഒരിക്കലും അങ്ങനെ ഇൻസിഡന്റ് ഉണ്ടാവില്ല അവൾക്ക്. അത് നിങ്ങൾ അങ്ങ് ഉറപ്പിച്ചാൽ മതി. നിങ്ങളാര്? ദൈവോ? ദൈവമൊന്നുമല്ല, എനിക്ക് അവളെ കുറിച്ച് അറിയാം. എന്താ അറിയാം? അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നറിയോ? അവൾ എവിടെ ഉള്ളതെന്നറിയോ? എൻ്റെ ഓംകാര രുദ്ര. രുദ്ര ആവാൻ ചിലപ്പോ ചാരു. ഒരിക്കലും ഇല്ല, ഞാൻ കണ്ടുപിടിക്കും. കണ്ടുപിടിയടാ പോയി. നീ ഫസ്റ്റ് നീ ചാരു 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 കൊണ്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്നല്ലോ അഞ്ച് അഞ്ച്. അതെ, അവളെ യഥാർത്ഥത്തിൽ ചാരു ആണെന്ന് പോയി നോക്ക്. നിനക്ക് മോലെ ഉണ്ടെങ്കിൽ കണ്ടുപിടി അവൾ നിന്റെ ചാരു ചാണോ. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. നിങ്ങൾ കുഞ്ഞുനാളിലുള്ള സമയത്തുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, അല്ലെങ്കിൽ നിങ്ങൾക്കും അവൾക്കും അറിയാവുന്ന എന്തെങ്കിലും
പൊക്കിഷമായ സാധനം. പൊക്കിഷം എന്ന് പറഞ്ഞാലുണ്ടല്ലോ വില മതിക്കുന്ന സാധനം. ഇതേക്കുറിച്ച് ചോദിച്ചോക്ക്. അവളെ കൊണ്ട് അത് കാണിക്കാൻ പറ. അപ്പം മനസ്സിലാവും നിങ്ങളുടെ സാരം. എത്ര മതിയോ? അപ്പോ നമുക്ക് ഉറങ്ങാം. ഒരുപാട് ടയർഡാ. ഇനിയും കുറച്ച് റൗണ്ട് പോണമെന്നുണ്ട്. പക്ഷേ എന്തോ സെന്റിമെന്റ് അടിച്ചാണ്. അതുകൊണ്ട് ഇനിയിപ്പോ ഒന്നും ചെയ്യണമെന്നില്ല. നാളെയൊക്കെ സമയം കിടക്കുവല്ലേ, ഒരു വർഷം ഇനിയും കിടക്കുവല്ലേ. അപ്പോ കേറുന്നവരെങ്കിൽ ഞാൻ ഡിസ്റ്റർബ് ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് കിട്ടി. എൻ്റെ ആഗ്രഹവും നടന്നു. നിങ്ങൾ ഒരു ദിവസം എൻ്റെതാവണമെന്ന് അതെന്തായാലും ആയി. മതി. ഈ ചാരുവിനത് മതി. ചാരു ഇവളെന്തൊക്കെയാ പറയുന്നേ? ഇനി എവളാവോ ചാരു? ഇല്ല, അത് ചിലപ്പോ എന്നെ ചീറ്റ് ചെയ്യുകയാണെങ്കിലോ? ഇനി ചാരു ആണെന്നും പറഞ്ഞിട്ട് ഇവളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. എനിക്ക് വേണ്ടി ഇവളെന്ത് ചെയ്യും? ഇവളാ എന്റെ ചാരു എന്ന് പറഞ്ഞു കളയും. ഒരിക്കലും ഞാൻ അവളെ വിശ്വസിക്കത്തില്ല. വേറെ ആരായാലും ഞാൻ വിശ്വസിക്കും. ഇവളെ ഒരിക്കലും ഞാൻ വിശ്വസിക്കത്തില്ല. എൻ്റെ അടക്ക് എന്നെ ആരും വിശ്വസിക്കണ്ട. എനിക്ക് എന്നെ വിശ്വാസം ഇല്ലട മാഷ്. എന്നെ തന്നെ നിങ്ങളൊന്നും മിണ്ടാടുന്നേ. എനിക്ക് നാളെ ഓഫീസിൽ പോകണം. ശരി ഉമ്മ. ലവ് ഓടി. ഹലോ ഹബി. പറയാ. എടാ നീ പുറത്തോട്ടൊന്ന് വരുമോ? ബാൽക്കണിയില്. എന്താടാ? എടാ എനിക്ക് അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എടാ നീ ഇപ്പൊ സമാധാനത്തോടെ പോയി കിടന്നുറങ്ങുന്നു. ഞാൻ സംസാരിക്കാം. ഇല്ല അബി പ്ലീസ്, എന്റെ ജീവിത പ്രശ്ന. എന്താടാ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? എന്താ അത് പറയാനാ? പ്ലീസ് ഒന്ന് വാടാ. ശരി ഞാൻ വരാം. നീ എന്തായാലും ബാൽക്കണിയിൽ വാ. ശരി. എന്താടാ നമുക്കാരാ? നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ. എടാ പറ. എടാ എന്താടാ? എടാ നമ്മുടെ അഞ്ജുനെ കുറിച്ചാണ് പറഞ്ഞത്. അഞ്ജുനെ കുറിച്ചോ? അവരിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കാര്യമാണ്. അതിന് 6 മാസം ആവണ്ടേടാ. നിന്നിൽ രുദ്രയ്ക്കൊരു കുഞ്ഞ് ജനിക്കണ്ടേ? എടാ അതല്ല പിന്നെ. എടാ അതിനുള്ള കാര്യങ്ങൾ ചെയ്തോ? നീയും അവളും കൂടെ ചേർന്ന് ഇന്റിമേറ്റ് ആയോ? ഹായ്. അപ്പൊ പിന്നെ ടെൻഷൻ വേണ്ടല്ലോ. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അവള് പ്രഗ്നൻ്റ് ആവും. അപ്പോഴത്തേക്ക് 6 മാസം കഴിയുമ്പോൾ അഞ്ജുനെ റിലീസ് ചെയ്യും. എടോ അതുവരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യമുണ്ട്. എടാ ചാരു തന്നെയാണ് അഞ്ജു. എന്താ ഇപ്പോ രുദ്ര ഒരു കാര്യം കൂടി പറഞ്ഞു. അവള് പറഞ്ഞ കാര്യല്ലേ, അത് വിശ്വസിക്കൊന്നും വേണ്ട. അവള് ചതിക്കുന്നവളാ. എടാ ആണ്, എനിക്കും അറിയാം. പക്ഷെ ഇത് അവൾ ബോധത്തോട് പറഞ്ഞതല്ല. ബോധത്തോടല്ലെങ്കിൽ അതെ, അവൾ ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രിങ്ക് ചെയ്യുള്ളൂ.